ജി സുധാകരന്റെ തുറന്നു പറച്ചിലുകൾ ന്യൂസ് 18നോട് അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനമായത് എളമരം കരീം അതായത് അമ്പലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ വിജയം CPMന്റെ വിജയം അത് 11,000 വോട്ടിനായിരുന്നു. അതുപോലും അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പ്രധാനിയായിരുന്ന എളമരം കരീമിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ്. 1.5 ലക്ഷം വോട്ടിലാണ് കരീം കോഴിക്കോട് തോറ്റത്. അത് ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്നതിന് മറുപടി പറയേണ്ടി വരും. സ്വന്തം നാട്ടിൽ നിന്നാണ് 1.5 ലക്ഷത്തിന് തോറ്റത്. കഴിഞ്ഞ തവണ 85,000 തോറ്റെടുത്താണ് ഇപ്പോൾ 1.5 ലക്ഷത്തിലേക്ക് എത്തിയത്. 11,000-ന് ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയല്ലോ, അങ്ങനെ തന്നെ കണ്ടില്ലല്ലോ എന്നും സംസ്ഥാന നേതൃത്വം തന്നെ കണ്ടില്ലല്ലോ, തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നും ജി സുധാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കാര്യമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരിലുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതാണ് സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷേ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയുണ്ട്. ഞാനൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. അത് ഞാൻ വേറൊന്നും പറയുന്നില്ല, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ജി സുധാകരൻ പറയുമ്പോഴും ഒതുക്കപ്പെട്ട ആളുകളുടെ ഇപ്പൊ ഈ കാണുന്ന ഈ ആലപ്പുഴയിൽ നിന്നിട്ടുള്ള ആളുകളാണെങ്കിലും സ്റ്റേറ്റ് വൈഡ് ഇപ്പോൾ സാറിന്റെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും ആളുകളിടുന്നൊരു വിലയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി മനസ്സിലാക്കപ്പെടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കാം, ഉണ്ടല്ലോ, പോയിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് പരാതിയില്ലല്ലോ. ഞാനൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇപ്പോഴും ഞാനൊന്നും എല്ലാം പറയുന്നില്ല. എനിക്ക് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 1.5 ലക്ഷം വോട്ടിന് അദ്ദേഹം തോറ്റല്ലോ. ഇവിടെ 17,000 പോലും. അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും തോപ്പിച്ചാണ് മറുപടി പറയട്ടെ. കഴിഞ്ഞ തവണ 85,000 ഉള്ളൂ പ്രദീപ് കുമാറിന് പറഞ്ഞു. ഇപ്പം എങ്ങനെ പറ 10-20,000 വോട്ടോടെ എങ്ങനെ കുറഞ്ഞു? അദ്ദേഹം പറയട്ടെ, ആരെങ്കിലും തോപ്പിച്ചാണോ? പറയട്ടെ. ഞാൻ പിന്നെ അറിവിന് പറയട്ടെ. ഇവിടെ എല്ലാം തോറ്റെടുത്തെല്ലാം 10,000 വ്യത്യാസം. ആരെങ്കിലും തോപ്പിച്ചാണോ? അതുപോലെ കണ്ടാൽ പോരായിരുന്നോ? എന്തെങ്കിലും തെളിവുണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? വോട്ടർമാർ പറഞ്ഞോ? പൈസ പിരിച്ചു കൊടുത്തില്ല. അതെ, 17 ലക്ഷം പിരിച്ചു കൊടുത്തു. ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ സ്ഥാനാർത്ഥിയല്ല. എന്നെ ആർക്കും വേണ്ട പണക്കാർക്ക്. മന്ത്രിയായിരുന്നപ്പോൾ പിരിച്ചു കൊടുത്ത കണക്കൊന്നും ഞാൻ പിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടത്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് കണക്കൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് പാർട്ടി അകത്ത് അറിയേണ്ടതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആരോപണമായി ഉന്നയിച്ചത് അത് തന്റെ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന് മുന്നിൽ തനിക്ക് അനുകൂലമായി അടക്കം മൊഴി നൽകാൻ എത്തിയ ആളുകളെ എളമരം കരീം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം പോലും അറിയാത്ത ആളാണ് എളമരം കരീം എന്ന് പറയുന്നു. യാഥാർത്ഥ്യം അറിയിക്കാൻ എത്തിയ പ്രവർത്തകരെയാണ് ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചത്. വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരം ബോധപൂർവം നിഷേധിച്ചതായും എളമരം കരീം അങ്ങനെ ചെയ്തതായും സുധാകരൻ പറയുന്നു. ഈ 11,000 വോട്ട് ഞാൻ 124 ഇവിടെ തോറ്റതാ. 5,000-ന് VS ഇവിടെ തോറ്റതാ. 2,000-ന് ചന്ദ്രനാഥൻ തോറ്റതാ. ഞങ്ങൾ MLA-മാരായി ഇരിക്കുമ്പോൾ ആ സീറ്റ് 11,000 വോട്ടിന്. അത്രമാത്രമൊന്നും സേവനമൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കാര്യമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരിലുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതാണ് സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷേ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുകൾ സുധാകരൻ നടത്തി എന്നുള്ളതാണ്. തന്നെ CPM-ൽ നിന്ന് പുറത്താക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമുണ്ടായിരുന്നു.
കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട അറിയിച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നടപടി തിരുത്തി താക്കീതിലേക്ക് ചുരുങ്ങിയത്. 11,000 വോട്ടിന് വിജയിച്ച തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തനിക്കെതിരെ നീക്കം നടന്നതെന്നും സുധാകരൻ പറഞ്ഞു. അവരിപ്പോൾ ഞാൻ പറയാനുള്ള അവിടെ പറഞ്ഞു, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞായിരുന്നല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടുക അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടി ഈ അജണ്ട ഉണ്ടെന്ന് പോലും എന്നോട് പറയുന്നില്ല. ഇതിനു വേണ്ടി മാത്രമാണ് വിളിച്ചുകൂട്ടിയത്. ഞാൻ ചെല്ലുമ്പോഴല്ലേ ഇത് അറിയുന്നത് ഈ അജണ്ടയാണ്. ഞാൻ ചെന്നല്ലേ എന്ത് ചെയ്തതിന്? ഞാൻ അവിടെ സംസാരിച്ചു. പാർട്ടിക്ക് അകത്ത് ഉള്ള കാര്യമാണെങ്കിൽ ഇതൊരു വലിയ രഹസ്യകാര്യമല്ല. ഒരൊറ്റ സ്റ്റേറ്റ് ആലപ്പുഴ എന്നുള്ള ഈ 4 പേരൊഴിച്ച്, 4 പേരില്ല, സുജാത, നാസർ, സജി ചെറിയാൻ 4 പേർ ഒഴിച്ച് ഞങ്ങൾ 5 പേർ ഈ സ്റ്റേറ്റിലെ ഒരൊറ്റയാളെ ചർച്ചയിൽ പങ്കെടുത്ത് വിമർശിക്കുകയോ വിമർശിക്കുകയോ അവർ മിണ്ടിയില്ല, നിശബ്ദമായിരുന്നു. അപ്പം എൻ്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഉടനെ സെക്രട്ടേറിയറ്റ് അവിടെ നേരത്തെ ധാരണ മാറ്റി വേറെ ഒരു താക്കീത്, ജാഗ്രത പാലിക്കണം. ഇതല്ല ഇവിടുന്ന് പോയ 4 പേര് അവർ രണ്ടും പറഞ്ഞു, സുധാകരൻ സാഹിബിൻ്റെ ആവശ്യം എല്ലാം പറഞ്ഞെങ്കിലും അവർ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ല.